വെളിയങ്കോട് പഞ്ചായത്തിലെ തണ്ണിത്തുറയിൽ ശക്തമായ കടലാക്രമണത്തിൽ വടക്കേപ്പുറത്ത് റഫീഖിന്റെ വീട് ഭാഗികമായി തകർന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി തുടരുന്ന കടലാക്രമണം പ്രദേശവാസികളിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുകയാണ്. തിരമാലകൾ അതിശക്തമായി അടിച്ചു കയറുന്നതിനിടെ വീടിന്റെ ഒരു ഭാഗം കടലെടുത്തു. പ്രദേശത്ത് നിരവധി തെങ്ങുകളും കടപുഴകി വീണിട്ടുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് വീട്ടുപകരണങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. കടലാക്രമണത്തെ തുടർന്ന് സമീപത്തെ റോഡും ഏതു നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ റോഡിൽ ഡ്രമ്മുകൾ സ്ഥാപിച്ച് ഗതാഗതം നിയന്ത്രിക്കുകയും സുരക്ഷാ മുൻകരുതലെന്ന നിലയിൽ റോഡ് അടച്ചിടുകയും ചെയ്തിട്ടുണ്ട്. വീട് നഷ്ടപ്പെടുന്ന സാഹചര്യം നേരിടുന്ന റഫീഖിന്റെ കുടുംബം എന്തു ചെയ്യണമെന്നറിയാതെ കടുത്ത ദുരിതത്തിലാണ്. പ്രദേശത്ത് കടലാക്രമണം തുടരുന്നതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കുടുംബത്തിന് ആവശ്യമായ സംരക്ഷണവും സഹായവും നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ വേറെ എവിടേക്കും മാറാനുള്ള ഒരു ഇതിപ്പോഴും ഞങ്ങൾക്ക് ആയിട്ടില്ല. ആളുള്ള ഇതിനൊപ്പം ഞങ്ങൾ നിൽക്കണേ. ഇപ്പൊ അടുത്ത ഞങ്ങൾ ഫണ്ട് ഞങ്ങൾക്ക് അടുത്ത ഫണ്ട് പാസ്സാക്കിയുള്ളത്, അതിന്റെ രജിസ്ട്രേഷൻ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. വേറെ ഞങ്ങളെ കൊണ്ടൊരു മാർഗമില്ലാത്ത വേറെ ഒരു മാർഗം ഞങ്ങളെ കൊണ്ട് ഇല്ലാത്ത വഴിയാണ് ഇപ്പൊ കാണുന്നത്. ഒരു മാർഗം ഞങ്ങളെ കൊണ്ട് ഇല്ല. ഇപ്പം രാവിലെയാണ് ഈ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ തീരദേശ വാർഡുകളായിട്ടുള്ള തണ്ണിത്തുറയിലും പത്തുമുറിയിലൊക്കെ വലിയ രീതിയിലുള്ള കടൽക്ഷോഭം ഉണ്ടായിട്ടുള്ളത്. അതില് 18-ാം വാർഡിലെ ഒരു വീട് തന്നെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ വലിയ രീതിയിലുള്ള കടൽക്ഷോഭം ഈ അടുത്ത കാലങ്ങളിലായിട്ട് അടുത്തടുത്ത വർഷങ്ങളായിട്ട് ഉണ്ടായിട്ട് ഈ നാട് വലിയ ദുരിതത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ നാട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ പൊതു രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ പറയാനുള്ളത്, അടിയന്തരമായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പാവപ്പെട്ട മനുഷ്യർ, ഈ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് സഹായം എത്തിക്കാനുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് വേണം. അതുപോലെ തന്നെ ശാശ്വതമായിട്ടുള്ള ദീർഘകാലമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസി ഉദ്യോഗസ്ഥരും ഇവിടെ വരുന്നില്ല എന്നുള്ള ആക്ഷേപം നമുക്കില്ല. വരുന്നുണ്ട്, പക്ഷെ അവരുടെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പൊ നിലവിലുള്ളത്.